വെൽക്കം ബാക്ക് അഗൈൻ. ബിനു ആണേ. ആഹാ, ഇന്നത്തെ കാഴ്ച നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വേറെങ്ങുമല്ല കേട്ടോ, അടുത്തൊരു പ്രദേശമാണ്, ഗ്രാമക്കാഴ്ചയിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കൊച്ചി തേക്കടി ദേശീയ ഹൈവേയുടെ തീരത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ എൻട്രോ എടുക്കുന്നതിന് നമ്മൾ എടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശാസ്താനടയിൽ നിന്നാണ് എടുക്കുന്നത്, അതായത് ശാസ്താനട. അപ്പം ആ ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ദാസപ്പന്തേ ഒരു 2 മിനിറ്റത്തേക്ക് ഹെൽമെറ്റ് വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹെൽമെറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നത് ആ വഴിയിലൂടെയാണ്, കട്ടപ്പനയിൽ നിന്ന് നമ്മൾ വന്ന രാവിലെ. അപ്പം ഈ വഴി നേരെ ചെല്ലുന്നത് കുമ്മളി തേക്കടി ഭാഗത്തേക്കാണ് കേട്ടോ. പക്ഷേ ഇവിടത്തേക്ക് സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തം ഏലമാണ് കേട്ടോ. ഏലം എന്ന് പറഞ്ഞാൽ നല്ല എ ക്ലാസ് ഏലം. കാരണം ഇങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഏലത്തിൻ്റെ കാഴ്ചകൾ മാത്രം, റോഡിൻ്റെ 2 സൈഡിലും ഏലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇങ്ങോട്ട് വണ്ടിയിലധികം കാഴ്ചകളൊന്നും ഞാൻ കാണിക്കാത്തത്. നിൽക്കുന്നുണ്ടോ, ഏലങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ലൊരു ചെറിയൊരു കടയുണ്ട് കേട്ടോ, ചെറിയ നല്ലൊരു കട. കാരണം ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ കച്ചവടം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം നമുക്കിനി വീണ്ടും കാഴ്ചകളിലോട്ട്. അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അപ്പോൾ അത് തന്നെയല്ല, നമുക്കിനി മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ കുറച്ച് ഗ്രാമക്കാഴ്ചകൾ നമുക്ക് കാണാം. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ മലയാളികളും തമിഴ്ക്കാരും ഹിന്ദിക്കാരുമാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് കൂടുതൽ താമസിക്കുന്നത് കേട്ടോ. അപ്പം ഭായിമാരൊക്കെ രാവിലെ നല്ല ഹാപ്പിയാണ് കേട്ടോ. കാരണം ഇവർക്കിന്ന് ചുട്ടിയാണ്, അതായത് പറഞ്ഞാൽ ഇന്ന് ലീവ് ദിവസമാണ്, അതായത് അവധി ദിവസം. അപ്പോൾ അവർ രാവിലെ അങ്ങനെ ഇപ്പോൾ ഒരു ബസ്സേ വന്ന് ഇറങ്ങിയിട്ട് അവർ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഒരു പോവുകയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭായിയൊക്കെ ആത്മയൊക്കെ ജയ്ത് ബീഹാർ കൽക്കത്ത പൂര അന്തർ കേട്ടോ. ഓടുവാണ് ബ്രോ. അങ്ങനെ 1962 പണിതൊരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പം പണി തുടങ്ങിയത് 1962 പോലും പണി തീർന്ന് 1977 കേട്ടോ. ഇതൊരു കൃഷ്ണൻ കോവിലാണ്. അപ്പോൾ അത് തന്നെയല്ല, ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ അമ്പലങ്ങൾ. ഇന്നൊക്കെ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ലേൺസുകളാണ് കേട്ടോ. ലേൺസും പഴയ ഇതുണ്ടോ, അങ്ങോട്ടൊക്കെ കല്ലുകൊണ്ട് കെട്ടിയ ബിൽഡിങ്ങുകളാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടങ്ങനെ പോകുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു തനി നാടൻ രീതിയിലുള്ളൊരു ബാർബർ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അണ്ണൻ ഇങ്ങനെ രാവിലെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കസ്റ്റമർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അണ്ണാ ഇങ്ങോട്ട് കുറച്ച് പൊക്കോട്ടെ, അണ്ണാ കുഴപ്പമുണ്ടോ? അപ്പോൾ നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ കയറി പോകാം. നമുക്ക് ഇതിനകത്തൊക്കെ കാണുന്നൊരു കാഴ്ച ഉണ്ടോ, പഴയ കൽക്കെട്ട് വീടാണ് കേട്ടോ. എന്താ രസമല്ലേ, ഈയാടാ പുറത്താണ് കാല് വില ഞൊണ്ടി വരുന്നുണ്ട് കേട്ടോ. പഴയ ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ടങ്ങനെ കുറച്ചങ്ങനെ പോകാം. നമ്മൾ ഇവിടെ വരെയേ പോകുന്നുള്ളൂ. നമുക്ക് ഇവിടുന്ന് ഇനിയും കുറച്ച് മുന്നോട്ട് യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ വിട്ടവരെ നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് ഇഷ്ടം പോലെ കുനുകുനാമ്പർ വീടുകളാണ് കേട്ടോ. ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കാണുന്ന പോലത്തുള്ള വീടുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കൂടുതൽ താമസിക്കുന്നത് പറഞ്ഞാൽ തമിഴ്ക്കാരാണ് ഏറ്റവും കൂടുതൽ താമസിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മലയാളികൾ, പിന്നെ ഇഷ്ടം പോലെ ബംഗാളികളുണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരി നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാമക്കാഴ്ചകൾ കേട്ടോ. ഇവിടെ ഒരു റേഷൻ കടയുണ്ട്. ഇവിടെ ഞാൻ നോക്കിയിട്ട് കാണുന്ന വലിയൊരു വീടെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, വലിയൊരു വീട്. അപ്പം അങ്ങനെ ആനമാസം സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് മാറി ചെറിയൊരു കടയുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു നാരങ്ങാളം കുടിക്കാമെന്ന് കോത്തോണ്ട് വന്നതാണ്. പക്ഷേ ഇവിടെ മുറുക്കാനും സീർത്തും മറ്റുള്ള ചെറിയ ചെറിയ ബിസ്ക്കറ്റുകളൊക്കെ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് പോകാൻ വേണ്ടി കയറി. പക്ഷേ ഇവിടെ നാരങ്ങ വെള്ളമില്ല. ചേട്ടൻ അങ്ങോട്ട് പോയതേ ഉള്ളൂ നാരങ്ങയൊക്കെ മേടിക്കാനായിട്ട്. നമ്മളങ്ങനെ ആനവാസം എത്തി കേട്ടോ. അപ്പോൾ ആനവാസം വരുമ്പോൾ ഇവിടെ ഒരു 3 കൂടുന്ന ജംഗ്ഷനാണ്. അപ്പോൾ ഈ ജംഗ്ഷൻ്റെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു അടിപൊളി ഒരു കുരിശുപള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലെയാണ് വന്നത്. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ് പോകണം. അപ്പോൾ നമുക്കിങ്ങനെ അങ്ങനെ കുറച്ചങ്ങ് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ആനവാസം ടൗണിൻ്റെ ഒരു ചെറിയ ഓരോ കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. ഇതാണ് കേട്ടോ ആനവിലാസം.
ചെറിയൊരു ടൗണാണ് കേട്ടോ. ഇവിടുന്ന് ഒരു ജംഗ്ഷൻ ഉണ്ട്. ജംഗ്ഷൻ നേരെ നമുക്ക് ചെങ്കര, ചപ്പാത്ത്, ഏലപ്പാറക്കൊക്കെ പോവാം. ഇവിടുന്ന് നേരെ ഇനി മുന്നോട്ട് പോയാൽ കുമ്മിളിക്കാണ് പോകുന്നത്, കുമ്മിളി തേക്കടിയൊക്കെ. അപ്പോൾ ഇത് കൂടാതെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഈ സിറ്റി തന്നെ കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് കണ്ടിട്ട് പോവാം. അങ്ങനെയാണ് കേട്ടോ ചെങ്കര, ചപ്പാത്തിനൊക്കെ പോകുന്നത് കേട്ടോ. അപ്പം ഇതാണ് ആ ക്ഷേത്രം. ക്ഷേത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ ധാരാളം ചെറിയ ചെറിയ കടകളൊക്കെ ഉള്ള ഒരു സിറ്റിയാണ് കേട്ടോ നമ്മുടെ ഈ ആനവരാസം സിറ്റി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ ഒരുപാട് സ്ഥലത്തോട്ട് പോകാം. നമുക്ക് കുമ്മിളിക്കും പോകാം, അത് തന്നെയല്ല നമുക്ക് ചെങ്കര, ഏലപ്പാറ, ചപ്പാത്ത് ഭാഗത്തോട്ട് പോകാം. പിന്നെ ഇതിലേ ഇങ്ങനെ പോകാം കേട്ടോ. പുല്ലുമേട്, മേരികുളം, അങ്ങനെ ചപ്പാത്തോട്ട് നമുക്ക് പോകാം. നമുക്ക് ഇപ്പോൾ പോകേണ്ടത് നമുക്ക് പുല്ലുമേടിനാണ് പോകേണ്ടത്. പുല്ലുമേട് നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് മലയൊക്കെ ഉണ്ട്. അപ്പോൾ ആ മലയുടെ മേളിലൊരു കയറിയിട്ടൊരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വന്ന വഴിക്ക് അങ്ങനെ എടുത്താണ് കേട്ടോ ഈ ആനവരാസം ടൗണിൻ്റെ ഒരു കാഴ്ച. ആനവരാസം പുല്ലുമേട് യാത്ര ചെയ്തപ്പം ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ച കണ്ട് നിർത്തിയതാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല, കാരണം ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നുമില്ലാത്ത സമയമായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ അത് തന്നെയുമല്ല, ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ കൃഷി എന്ന് പറഞ്ഞാൽ ഏലമാണ് കേട്ടോ. അതായത് സ്വർണ്ണവിലാസം, വെള്ളാരംകുന്നും, വള്ളക്കടവും, കടമാക്കുഴിയും, വണ്ടന്മാടൊക്കെ ഏറ്റവും കൂടുതൽ ഏലക്കൃഷിയാണ് കേട്ടോ. ഈ മേഖലയിലൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏലം കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ളൊരു പ്രദേശമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. കരിയാണ് നമ്മൾ വന്നത്, അപ്പോൾ കരിയല്ല പോകേണ്ടത്, നമുക്ക് ഇതിലെ നേരെയാണ് പോകേണ്ടത് കേട്ടോ. ഞാനും ദാസപ്പനും അങ്ങനെ പളനിക്കാവ് എത്തി കേട്ടോ. ഈ പളനിക്കാവിൽ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ് ആ ഒരു മലയുടെ മുകളിലോട്ട് നോക്കിക്കണ്ടോ. അതുതന്നെയല്ല, ഇവിടെയൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമമാണ് കേട്ടോ. അപ്പം ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. അത് തന്നെയുമല്ല, ഇന്നേ ദിവസം ഇവിടെ വളരെ ആൾക്കാർ കുറവാണ്. അങ്ങനെ നേരെ പോകേണ്ടത് നമുക്ക് പുല്ലുമേടിനാണ്. പിന്നെ ഇവിടുന്ന് ഏകദേശം നമുക്ക് ഇനി ഒരു 1/4 കിലോമീറ്ററിനുള്ളൂ നമ്മുടെ പുല്ലുമേട്. അപ്പോൾ അവിടെ ഒരു മലയുണ്ട്, ആ മലയുടെ മേളിൽ കയറുന്ന ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ മുഴുവൻ കാപ്പി കൃഷിയാണ് കേട്ടോ. അവിടെ ഒരു പഴയ ഒരു സ്റ്റോറൊക്കെ കാണാം കേട്ടോ. അതാണ് സ്റ്റോർ. അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും പോകത്തില്ല. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പട്ടിയെല്ലാം അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഏലത്തിൻ്റെ പ്ലാന്റൊക്കെ നടക്കുന്നുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും ഇവിടുന്ന് കാണുന്നുണ്ടോ പിന്നെ മൂട്ട മരങ്ങളാണെന്ന് നോക്കി. പിന്നെ അങ്ങോട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊടികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം നമുക്കങ്ങനെ മുന്നോട്ട് പോകാം കേട്ടോ. പക്ഷേ ഇവിടുന്നൊക്കെ കാണുന്ന ഒരു വൈബ് ഉണ്ടോ, ഈ രാവിലെ തന്നെ ഉണ്ടല്ലോ, നല്ല ഒരു അന്തരീക്ഷമാണ്. പക്ഷേ നല്ല തണുപ്പാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ പറയേണ്ട കാര്യമില്ല, ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ എന്താണ്. പക്ഷേ ഈ മേഖലയിലൊക്കെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഹിന്ദിക്കാരാണ് കേട്ടോ, ഇഷ്ടം. അപ്പോൾ വന്ന വഴിക്ക് നമ്മൾ കണ്ടു, ധാരാളം ഹിന്ദിക്കാർ പോകുന്ന നമ്മൾ കണ്ടു കേട്ടോ. അങ്ങോട്ടൊക്കെ ധാരാളം കൊടികളും ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഇനി ഏറെക്കുറെ ഇനി 1 കിലോമീറ്റർ കൂടെ 1 കിലോമീറ്റർ അല്ല 1/2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ഓടി ഇവിടെ വരെ എത്തി കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ചെങ്കര, വണ്ടിപ്പെരിയാർ, വാളാടി റൂട്ട് കേട്ടോ. അപ്പം അത് തന്നെയല്ല, അതാണ് ആനവരാസം കുമ്മിളി കട്ടപ്പന റൂട്ട്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് ആ റൂട്ടാണ് വന്നത്. നമുക്ക് നേരെ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളുള്ള പുല്ലുമേട് ജംഗ്ഷനോട് അടുത്ത് ഏറെക്കുറയായി. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി പുല്ലുമേട് ജംഗ്ഷൻ്റെ ഏറെക്കുറെ ജംഗ്ഷനല്ല, കുറേ ചെറിയ ഗ്രാമങ്ങളും ചെറിയൊരു സിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പുല്ലുമേടിൻ്റെ കുറേ കാഴ്ച കണ്ടിട്ട് നമുക്ക് ആ പറഞ്ഞ മലയുടെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നമുക്ക് പോകാം. അതാണ് നമ്മുടെ പുല്ലുമേട് എന്നുള്ളൊരു ചെറിയൊരു ഗ്രാമം കേട്ടോ. അപ്പോൾ ഈ ഗ്രാമത്തിൽ തന്നെ നമുക്കൊരു LP സ്കൂളുണ്ട്, ഗവൺമെൻറ് LP സ്കൂളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് പറഞ്ഞാൽ നമ്മുടെ ചെകുത്താൻ മലയാണ് കേട്ടോ. അപ്പോൾ അന്നങ്ങനെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ മേളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്ന് നമ്മുടെ പളനിക്കാവെന്ന്, ഒന്ന് നമ്മുടെ ഇതിൽ ഇപ്പുറത്തേലും പോകാം കേട്ടോ. അപ്പം ആ മലയുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ മേളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു നമുക്ക് അതിന് മേളിൽ കയറാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി കുറേ ഈ പുല്ലുമേട് സിറ്റിയുടെ ഈ ടൗണിൻ്റെ ഒരു കാഴ്ച നമുക്കൊന്ന് കാണാം. ഇവിടെ ഒരു കുരിശുംതൊട്ടിയുണ്ട്, അത് കൂടാതെ അവിടെയുണ്ട് കേട്ടോ ഒരു പള്ളിയുടെ ഒരു ഇതുണ്ട്. അങ്ങ് അപ്പുറയാണ് മുസ്ലിം പള്ളി കേട്ടോ. അപ്പോൾ ഇതിലെ നേരെ അങ്ങനെ പോകുന്ന മേരികുളം, പരപ്പ്, ഉപ്പുതറ ഞാൻ പറഞ്ഞല്ലോ, കുറേ പറഞ്ഞു ഞാൻ. ഇതിലങ്ങനെ പോകുന്ന സുൽത്താനിയ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അത് എസ്റ്റേറ്റ് മേഖലയാണ്, ഒരുപാട് ഗ്രാമപ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ വെച്ചാൽ തമിഴ് വംശകരായിട്ടുള്ള ആൾക്കാരും മലയാള വംശങ്ങളും എല്ലാം കൂടെ ഇടകലർന്നുള്ളൊരു സിറ്റിയാണ് കേട്ടോ. അതുകൊണ്ടോ ഇതാണ് ഈ ഗ്രാമക്കാഴ്ചകളിലുള്ള കൂടുതലുള്ള വഴികളെ. ഇത് മൊത്തം കോൺക്രീറ്റ് റോഡാണ്. ഏകദേശം നമ്മളിപ്പോൾ ഒരു 1/2 കിലോമീറ്ററോളം അടുത്ത് നമ്മൾ കോൺക്രീറ്റ് റോഡിൽ കൂടെ തന്നെ വന്നു കേട്ടോ. ഇതിപ്പോൾ ഈ മലയുടെ അടിവാരം വരെയാണ് ഈ വഴി വരുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തേക്ക് ചെറിയ ഏലങ്ങൾ. ഇങ്ങോട്ടൊക്കെ ഏലക്കൃഷികളൊക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ.
അപ്പം ദാസപ്പൻ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി ഏകദേശം കുറച്ച് നടക്കാനുണ്ട്. മുട കാണിക്കില്ല കേട്ടോ, പരിചയത്തെ ആൾക്കാർക്ക് ഇല്ല കൂടുതൽ വരുന്നത്, വലിയ മുട കാണിക്കണ്ട. അത് അടുത്ത ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ഒരു കുറച്ച് ദൂരം കൊണ്ട് നടക്കാനായിട്ട് നടന്ന് തന്നെ അങ്ങ് പോകാം. ഇവിടെയൊക്കെ ഇപ്പോഴും ഈ രീതിയിലൊക്കെയാണ് കേട്ടോ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കാണുന്ന ഒരു കാഴ്ച ഉണ്ടോ, തനി നാടൻ രീതിയിലുള്ള കോൺക്രീറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു വീടിൻ്റെ വാർപ്പാണ്. അപ്പോൾ അതുതന്നെയല്ല, ഇവിടെ നമുക്കിനി ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ മലയുടെ മുകളിലിട്ട് നടക്കാനായിട്ട്. അപ്പോൾ ഇതിലൊരു വീടിൻ്റെ സൈഡിലൂടെ വേണം പോകാനായിട്ട്. അവരോട് ചോദിച്ചപ്പോൾ കുരിശുമലയിലായിട്ടുള്ള വഴിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ മുറ്റത്തിൽ വേണം ഈ മലയുടെ മുകളിൽ കയറാൻ കേട്ടോ. അപ്പോൾ ഈ മലയുടെ മുകളിൽ കയറുന്ന ഇപ്പോൾ ഇതൊരു സ്റ്റോറാണ്. അപ്പോൾ ഇങ്ങനെ കാപ്പിക്കുരിയൊക്കെ ഉണങ്ങായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെയാണ് പോകേണ്ടത്? ഓക്കെ, ഞങ്ങൾ ഈ മലയുടെ മുകളിൽ കയറാനായിട്ട് ഈ മലയുടെ മുകളിൽ കയറാം. വീട് കട്ടപ്പന. ആ, ഇത് പണിയില്ലായിരുന്നു നിങ്ങൾക്ക് ആർക്കും? ഇത് എസ്റ്റേറ്റാണോ? വീടാ. ഓക്കെ ഓക്കെ, ഇതിലാണ്. ഓക്കെ ഓക്കെ. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് என்ன பயம் இருக்கம்மா? நான் இந்த ஊருக்காரர் தான், இந்த கன்னிக்கல்ல. தமிழ் பேசும், மலையாளம் பேசும், ஹிந்தி பேசும். எந்த இடத்துல சுகுராமன் தெரியுமா? சுகு சுகு. அங்கதானே சுகுக்குள்ள வண்டி ஓட்ட தானே ஏமாறான் சின்னவன். என்னவன்? ஜீவா. ஆமாமா. ஜீவாயா? ஒரு பையன் அங்க அவங்க வண்டி ஓட்ட வருவான். சுகுக்கா? இவ்வளவு வர? நேரா போங்க, அங்க வேலை செடி இருக்கு. அப்படியே வடி இருக்கு, மேல வரைக்குமே போகும். കിള വരുമ്പോ മേലെ വരയ്ക്കുമോ? ഓക്കെ ഓക്കെ. അപ്പം നമ്മളിപ്പം ഇരത്തോടെ നാത്തൊരു കേട്ടോ. അപ്പം അക്കൈഡൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു നമ്മുടെ വായിലൊരു തമിഴ് വന്നു. അപ്പോൾ നാത്തൊരു വേണം പോകാൻ കേട്ടോ. അടിപൊളിയാണ്. ഞാൻ മലയോട്ട് ചെന്ന് കഴിയുമ്പം നല്ല ചൂടായിരിക്കും. ഇപ്പം ഞാൻ കഴിയുമ്പോൾ നല്ല തണുപ്പ് കേട്ടോ. ഒരു വണ്ടി കിടക്കും നോക്കി. പിന്നെ തുഴയൊക്കെ വളം കൊണ്ടുവന്ന കേട്ടോ. അമ്മേ, തരികളൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് വെയിലാണ് കേട്ടോ. അടിപൊളി. ഓ, ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ കണ്ടോ, എൻ്റെ പൊന്നെ, ശരിക്കും മടുത്തു കേട്ടോ കയറി. കണ്ടോ, നമുക്ക് കണ്ണ് പറിക്കാനേ തോന്നുന്നില്ല. മൊത്തം പുല്ലാണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് ജീവി നിൽക്കുന്ന പോലെ നമുക്ക് അറിയത്തില്ല. അതുപോലെ പുല്ല് കയറി നിൽക്കുവാണ്. ഇവിടുന്നൊക്കെ അങ്ങോട്ട് വിദൂര കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇച്ചിരി കൂടെ ഉയരത്തിലോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ നല്ല വ്യൂ കിട്ടും കേട്ടോ. എൻ്റെ പൊന്നും മോനെ, കയറി വരുന്നതോറും കയറി വരുന്ന ഇവിടുത്തെ ആകാശ വിസ്മയം, മേഘസ്ഫോടനം, എന്ത് വേണ്ട ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കുരിശ് നിൽക്കുന്നുണ്ട്. ഇവിടെ വരുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗത്യം. ഇവിടുന്ന് കാണുന്നൊരു കാഴ്ചകളുണ്ടോ. ഓ, ഉണ്ടോ, ആകാശ വിസ്മയം, വിസ്മയം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മേഘസ്ഫോടനം എന്നൊക്കെ. ഔവ്വ, നമ്മൾ അതിലാണ് വന്നത് കേട്ടോ. അപ്പോൾ അതിൽ വന്നപ്പോൾ നല്ല പുല്ല്, എവിടെ വരുന്നവരും അടുത്തിരുന്നവരും കാറ്റിലോട്ട് കയറുന്നവരും നല്ല കാഴ്ചയാണ് കേട്ടോ. അങ്ങ് ദൂരക്കാഴ്ചയൊക്കെ ഉണ്ടോ. ഇവിടുന്ന് കാണുന്നൊരു വൈബ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ആ കാണാണ് കേട്ടോ നമ്മുടെ ചെകുത്താൻ മല. അവിടുന്ന് അങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാഴ്ച കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കുമ്മിളിയുടെ ഒരു ഭാഗം മുഴുവൻ കാണാം കേട്ടോ. എന്നുവെച്ചാൽ ടൗൺ കാണത്തില്ല. അങ്ങ് ആ കാണുന്ന നമ്മുടെ ശങ്കര കുരിശുമല. അത് തന്നെയല്ല കേട്ടോ, ചെങ്കലോട്ട് കാണുന്ന ഒരു വഴിയാണ് കാണുന്നത്. നമുക്ക് അധികം നമുക്ക് ദൂരക്കാഴ്ചയിൽ ഇവിടുന്ന് കാണാൻ മഞ്ഞ് കയറി മൂടിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഹെൽവറിയായും തേങ്ങക്കല്ലും ബ്ലാമലയും എല്ലാം കാണാം കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച പറയാനുണ്ട് വേറെ ലെവലിനാണ് കേട്ടോ. നമുക്ക് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇതുപോലുള്ള കുരിശുമലയുടെ മലയുടെ മുകളിലൊക്കെ കയറി വരുമ്പോൾ നമുക്ക് ഒരുപാട് വിദൂര കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ കാണുന്ന ഭാഗത്താണ് നമ്മുടെ അണ്ണനമ്പി മല. അപ്പോൾ അത് തന്നെയല്ല, അത് നമ്മുടെ ഏലപ്പാറയും കുട്ടിക്കാനും പീരുമേടല്ല സോറി കേട്ടോ, വാഗമണ്ണ്, അങ്ങനെ കുറേ കാഴ്ച നമുക്ക് കാണാവേ. എന്നാ നിശ്ചലമാണ് നോക്കി, ഇവിടുത്തെ പ്രകൃതി വരെ നിശ്ചലിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. അതിലാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പുല്ലുമെട്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇതിൽ നേരെ ഈ റോഡിൽ നിന്ന് ചേരുന്നത് നമ്മുടെ ഹൈവേയിലോട്ടാണ്. പക്ഷെ ഇതൊക്കെ നല്ല വർഷങ്ങളായ കാപ്പിയാണ് കേട്ടോ. കാപ്പിയുടെ ചുവട് കണ്ടോ, ഒരു കാപ്പിയാണേ, ഇതിൻ്റെ ചുവട് നോക്കി. പിന്നെ എത്ര വർഷമായ കാപ്പികളാണ്. സെൻറ്റ് മേരി ചർച്ചസ് മേരികുളം സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ. ഈ സ്കൂളിൽ ഞാൻ 5 മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചൊരു സ്കൂളാണ്. അപ്പോൾ ആ കാണുന്നത് കേട്ടോ
പള്ളിയൊക്കെ അതേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്നിടത്ത് ഭയങ്കര ഒരു വാഹമരം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റാണ്. ഈ ഗ്രൗണ്ടിൽ നമ്മൾ ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് അങ്ങോട്ട് നമുക്കൊന്ന് കയറി നോക്കാം. ഉണ്ടോ ഇപ്പോൾ ഈ ഗ്രൗണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് അന്നത് ഭയങ്കര വലിയ ഗ്രൗണ്ടായിട്ട് തോന്നിയാണ്. ഇപ്പം ഒരു കുഞ്ഞു ഗ്രൗണ്ടായിട്ടാണ് തോന്നുന്നത് കേട്ടോ. നമ്മളിപ്പം വെള്ളാങ്കണ്ടം എത്തി കേട്ടോ. ഇക്കരെ വെള്ളാങ്കണ്ടമാണ്. അപ്പം നമ്മളിവിടെ ഇത്ര ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. നമ്മളൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ ഒന്നും കഴിച്ചിട്ട് പോകാം. അപ്പം ഈ ഹോട്ടലിലേക്കൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ചേച്ചി കഴിക്കാൻ എന്താ ഉള്ളത്? ചോറ് മാത്രമല്ലോ? അങ്ങനെ നാടൻ ഊണൊക്കെ കഴിഞ്ഞ് ഈ ഒരു കാഴ്ച നമ്മുടെ ക്യാമറയെ പകർത്താതെ പോയാൽ ഇനി ഇതുപോലൊരു കാഴ്ച കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. ഓ എൻ്റെ പൊന്നെ, ഈ ഒരു വൈബ് കണ്ടോ? ഇതിലെ പോകുന്നൊരു വണ്ടിയൊക്കെ നിർത്തി വന്നിരുന്നൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മൺപാലത്തിൻ്റെ മുകളിലാണ് കേട്ടോ. ഇടുക്കി ജലാശയമാണ് കേട്ടോ ഈ കാണുന്നത് കേട്ടോ. എന്നാലും വെള്ളം തീർത്ത് കുറവാണ്. അങ്ങനെ അവിടെ നിന്നാണ് ഇടുക്കി ജലാശയത്തിലെ വെള്ളം കയറി വരുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും വെള്ളം പൊങ്ങുന്നതാണ്. ആ വഴി വരെ വെള്ളം പൊങ്ങുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതുണ്ട്, പാലത്തിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. പണിയൊക്കെ നടന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ അതിമനോഹരമായ കാഴ്ചയായിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പം റോഡിൻ്റെ രണ്ട് സൈഡും മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് കല്ലൊക്കെ കെട്ടി നല്ല സെറ്റപ്പായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഞങ്ങളെ ഇതിനെ വെച്ച് ഞങ്ങൾ മുന്നോട്ട് നമുക്കങ്ങ് പോകാം. അപ്പം നമ്മൾ ഒരു വിദൂര കാഴ്ച ഉണ്ടല്ലേ, അപ്പം അവിടെ ചെന്നിട്ട് ഈ പാലത്തിൻ്റെ ഒരു കാഴ്ച നമുക്കൊന്ന് കാണാം. അപ്പോൾ വഴി തീർത്ത് മോശം എന്ന് പറഞ്ഞാൽ കട്ടർ വഴിയാണ്. കാരണം ഇത് ഇറക്കേറിയായിട്ട് തീർത്ത് കിടക്കുന്ന റോഡായതിൻ്റെ പേരിലാന്ന് തോന്നിക്കുന്നു കേട്ടോ ഇത്രയും മോശം. ഇതങ്ങനെ കുറേ ദൂരത്തോട്ട് വഴി പോകുന്നുണ്ട്. സ്ഥലം നമുക്കറിയില്ല. ഇതാണ് ഇവിടെ ഒരു ചെറിയൊരു ഗ്രാമസിറ്റി കേട്ടോ. ഗ്രാമസിറ്റി എന്ന് പറയാം. ഇവിടെ വിവിധയിനം പാർട്ടികളുടെ കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇറക്കേറിയോട്ട് നമുക്കൊന്ന് ഇറങ്ങിപ്പോകാം. ദാസപ്പന അവിടെ ഇരിപ്പുണ്ട്. ദാസപ്പന് കമ്പനിക്ക് ആളെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഇല്ലിയൊക്കെ പൂത്തിട്ടുണ്ട്. ഇത് ഇഷ്ടം പോലെ തത്തയാണ് കേട്ടോ. ദാസപ്പ മുട കാണിക്കില്ല കേട്ടോ. അപ്പോൾ ഓടി വരാം. ഇതിലിങ്ങനെ താഴെട്ടാണ് ഇറങ്ങണേ. അടിപൊളി. ഇറങ്ങി വന്നപ്പോൾ കണ്ടിട്ട് കാഴ്ചയാണ് കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ വെള്ളിലാങ്കണ്ടം. അതായത് നമ്മുടെ വെള്ളിലാങ്കണ്ടം ഹൈവേ സിറ്റി നേരെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. തനി നാടൻ ഗ്രാമക്കാഴ്ചകളാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് നമുക്ക് ഇറങ്ങാം. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച പോലല്ലോ കേട്ടോ. അവിടെ ചിലപ്പോൾ ഇച്ചിരി നല്ല വൈബായിട്ട് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ചൂണ്ടയിടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കാണുന്നൊരു വൈബ് കണ്ടോ, എന്താ അല്ലേ, നല്ല സെറ്റ്. കാരണം ഈ ഒരു പാലമൊക്കെ കാണുമ്പോണ്ടല്ലോ, ഇന്നത്തെ തലമുറയിൽ ജീവിക്കുന്നവർ ഇങ്ങനത്തെ പാലത്തിലൂടെ ഒന്നും അധികം യാത്ര ചെയ്തിട്ടില്ല. കണ്ടോ, ചെറിയൊരു തോട്. ഇതിൻ്റെയൊക്കെ എന്തോരം ആഴമുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഇന്നത്തെ ഇതുപോലുള്ള കൈത്തോടൊക്കെ കാണുമ്പോൾ നമുക്ക് കുളിക്കാൻ ഇറങ്ങാനേ തോന്നും കേട്ടോ. ഇതൊരു സിമെൻറ്റ് പാലമാണ്, സാധാ സിമെൻറ്റ് പാലമാണ്. അപ്പോൾ നമുക്ക് ഇതിലെ അങ്ങനെ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ അവിടെ ഒരു പാലം ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ആ പാലത്തെ കയറാനുള്ളൊരു ആഗ്രഹം കൊണ്ട് പോകുന്നതാണ്. പക്ഷേ അതിലെ ആൾക്കാരൊക്കെ നടക്കുന്നതാണ്, അക്കരയ്ക്ക് നടക്കുന്നതാണ്. പക്ഷേ വെള്ളം പൊങ്ങി കഴിയുമ്പോൾ ഇതിലൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇപ്പം വെള്ളമൊക്കെ തീർത്ത് കുറവാണ്. കണ്ടോ, ഇവിടുന്ന് കാണുന്നൊരു വൈബ് കണ്ടോ, അടിപൊളി. ഞാൻ നിൽക്കുന്നത് ശരിക്കൊരു താഴ്ന്ന പ്രദേശമാണ് കേട്ടോ. അതാണ് നമ്മുടെ തടിപ്പാലം കേട്ടോ. അടിപൊളി ഒരു പോത്തുമുട്ട നിൽപ്പുണ്ട്. അപ്പോൾ ഈ വെള്ളം എങ്ങോട്ടാണ് ഒഴുകുന്ന അറിയത്തില്ല. ഇടുക്കി ജലാശയത്തിലെ വെള്ളമാണ്. ബാക്കിലോട്ടാണോ മുന്നോട്ടാണോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് ബോളുകൾ കോർട്ടും ഫുട്ബോൾ കോർട്ടും ക്രിക്കറ്റ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇടുക്കി ജലാശയം വെള്ളം പോയി കഴിഞ്ഞാൽ ഈ കോർട്ടും കാര്യങ്ങളൊന്നും കാണത്തില്ല. ഓഹ് എൻ്റെ പൊന്നെ, ഇതുണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച നോക്കി. എന്തായാലും ഇങ്ങനെയൊക്കെ അക്കരെയൊക്കെ ഒരുപാട് പൂത്തുമുട്ടന്മാരുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ആ പാലത്തെ നമുക്കൊന്ന് കയറാം. കാരണം എന്നല്ല, ആ പാലത്തെ കയറാനുള്ളൊരു കൊതി കൊണ്ടാണ് കേട്ടോ. വെള്ളിലാങ്കണ്ടം ഹൈവേയുടെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളിലാങ്കണ്ടം കിഴക്കേമാട്ട് കിട്ടുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പം ഉണ്ടല്ലേ നല്ലൊരു തടിപ്പാലമുണ്ട്. ഈ തടിപ്പാലത്തേക്ക് നമുക്കൊന്ന് കയറി അക്കരയ്ക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് കേട്ടോ. നമ്മളെപ്പോലെ ടൗൺ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു പാലത്തേക്കൂടെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഇല്ലാത്ത രീതിയിലാണ് അവർ നോക്കുമ്പോൾ. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ പോകുന്ന മൊത്തം ഇങ്ങനത്തെ പാലത്തേക്കൂടെയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു കാഴ്ചയും ഇതിലേക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരിതാണ് കേട്ടോ. പക്ഷേ നല്ല ആഴമുണ്ട് ഇത് താഴെയുള്ള തോട്ടിൽ. പക്ഷെ അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പോകുന്നത് വെറും സിമ്പിളായിട്ടാണ് പോകുന്നത് കേട്ടോ. ഞാൻ തന്നെ കയറിയപ്പോൾ എനിക്കിന്നൊരു പേടിയുണ്ട്. ആ അക്കരയിലോട്ടൊക്കെ കാണുന്നുണ്ടോ, നല്ല പോത്തുമുട്ടന്മാരാണ് കേട്ടോ.
സൂപ്പർ കാഴ്ചയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു ശകലം കൂടെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. എന്താ കാഴ്ച നമുക്കറിയത്തില്ലല്ലോ. നമുക്കങ്ങനെ ഈ ആട്ടിറമ്പിക്കട കുറേ അങ്ങ് നടന്നു പോരാതെ കേട്ടോ. പക്ഷെ നമ്മൾ രാസപ്പനം കൂട്ടിയാണ് നമ്മൾ ഈ ഇറക്കേറിയുടെ ഈ വഴി കൂടെ പോകുന്നത് കേട്ടോ. പക്ഷെ വഴി ഭയങ്കര മോശമാണ്. എന്നാലും വേണ്ടില്ല, വഴി നന്നാക്കുന്നുള്ളൊരു ചെറിയൊരു പ്രതീക്ഷയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തനി ഗ്രാമപ്രദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരു വീടുണ്ട്, അത് തന്നെയല്ല ഉണ്ട്. ഇവിടെ ഒരു അംഗനവാടി ഉണ്ടോ, അങ്ങനെ തന്നെ ക്യൂട്ടായിട്ടാണ് പിള്ളേർ ചിരിക്കുന്നു നോക്കിയാൽ. നല്ല അടിപൊളി ഒരു പോസ്റ്ററാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിനി ഇതിലെങ്ങനെ അങ്ങ് ഇറങ്ങുവാണ് കേട്ടോ. ഇതിൽ നമുക്കൊന്ന് ഇറങ്ങിയിട്ട് എന്നാല് ഇറങ്ങി ഒരു കാഴ്ച കാണാം. മുമ്പത്തെ പോലെ തന്നെ ഇന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി എന്താ അല്ലേ, നമുക്ക് നല്ല വൈബാണ് കേട്ടോ. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു ശല്യമോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ ശല്യം എന്ന് പറയാൻ ഇതേ കുറേ മിണ്ടാപ്രാണികളുണ്ട്, കുറേ പോത്തുകൂട്ടന്മാരുണ്ട് കേട്ടോ. ഇപ്പം ഈ കാണുന്നൊരു വൈബ് ഉണ്ടോ, ഒരു ചൂളമരമാണ് കേട്ടോ. ആ ചൂളമരം വീണിട്ട് അത് ഉണങ്ങി മുറിഞ്ഞ് കിടക്കുവാണ്. അതിൻ്റെ ഒരു കാഴ്ച നോക്കി, എന്നെ വൈബാന്ന് നോക്കി. ഓ അപാരം തന്നെ കേട്ടോ. വിറങ്ങുമില്ല, നമ്മുടെ വെളിലാങ്കണ്ടം തന്നെ, കിഴക്കേ മാട്ടുകെട്ട തന്നെ. നമ്മൾ വിദൂര കാഴ്ചകളും വിദൂര യാത്രകളും നമ്മൾ ചെയ്യേണ്ട കാരണം ഇവിടെ വന്ന് ഒരു ദിവസത്തെ വൺ ഡേ ട്രിപ്പ് വെച്ചാൽ മതി. നല്ല പിള്ളേർക്കൊക്കെ ആണെങ്കിലും കുളിക്കാനായാലും കളിക്കാനായാലും നല്ല അടിപൊളി ഗ്രൗണ്ടും കാര്യങ്ങളും. അതുകൊണ്ടോ അവിടെയാണ് ഗ്രൗണ്ട് കേട്ടോ. ഗ്രൗണ്ട് കാഴ്ച കാണിക്കണ്ടോ. ഇതൊക്കെ വലിയ മുട്ടപ്പ വെള്ളമുള്ളൂ കേട്ടോ. നല്ല മെത്ത പോലത്തെ പുല്ലാണ്ടോ. ഇവിടെ കിടന്ന് കുത്തി മറിയാം പിള്ളേർ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാണ്ടോ. ഓ എൻ്റെ പൊന്നെ. എൻ്റെ പൊന്നെ. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ വരണം കേട്ടോ. വേറെ അറിയാനൊന്നുമില്ല. വെള്ളിയാങ്കണ്ടം വരിക, നേരെ കട്ടപ്പനയെന്നാണ് വരുന്നെങ്കിൽ നേരെ ലെഫ്റ്റ് പിടിക്കുക. ലെഫ്റ്റ് പിടിച്ചിട്ട് നേരെ ഇതിലെ അങ്ങോട്ട് പോരുക, കിഴക്കേ മാട്ടുകെട്ട. നേരെ കോട്ടയം സൈഡ് ഭാഗത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ നേരെ വെള്ളിയാങ്കണ്ടം വരിക, റൈറ്റ് സൈഡിലോട്ട് പിടിക്കുക, ഇങ്ങ് പോരുക. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. പക്ഷെ എനിക്ക് തന്നെ ഇവിടെ നിന്ന് ഈ വീഡിയോ പിടിച്ചാലും എനിക്ക് തൃപ്തിയാകുന്നില്ല കേട്ടോ. അതുപോലത്തെ ഗ്രാമ കാഴ്ചകളാണ് ഇവിടെ. അടുത്ത വീഡിയോ വരയ്ക്കും. ബൈ.